Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നലെ മുതൽ പുതിയൊരു ട്രെൻഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പലരും അവരുടെ ചങ്സിന്റെയും ഒക്കെ ഫോട്ടോസ് പ്രായമായാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ പ്രായം കുറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത്തരത്തിലൊക്കെ ആക്കി മാറ്റി സ്റ്റാറ്റസ് ഇട്ട് വരുന്നത്. അപ്പോ ഇത് എന്തോ മുൻപേ തന്നെ ഈ ആപ്ലിക്കേഷൻ ഒക്കെ നിലവിലുണ്ട്, എന്നാലും ഇന്നലെ മുതലാണ് ഇത് ഭയങ്കര വൈറലായത്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഏത് ആപ്ലിക്കേഷനാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുവാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കണ്ടത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, ഇതാണ് ആപ്പ്. FaceApp എന്നാണ് ഇതിന്റെ പേര്. ഈ ആപ്ലിക്കേഷൻ മുൻപേ തന്നെ നിലവിലുണ്ട് എങ്കിലും എന്തോ ഇന്നലെ മുതലാണ് എല്ലാവരും ഇതിൽ നിന്നും ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഈ ഗാലറി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഓൾ മീഡിയ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഫോൾഡർ വൈസ് ആയും നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഞാൻ ഇതിൽ നിന്നും എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നമ്മൾ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ഇവിടെ താഴെയായി കുറേ അധികം ഓപ്ഷനുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നിന്നും ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഏജ് എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്ത് അതിൽ തന്നെ ഓൾഡ്, യങ് ടു യങ് എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ കാണുവാൻ കഴിയും. ഓൾഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ആകെ ഒരു വയസ്സനായി മാറിപ്പോയി. നല്ല ഒറിജിനാലിറ്റിയിൽ തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. യങ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ മൊത്തത്തിൽ ചെറുപ്പമായി മാറി. അപ്പോൾ ഇങ്ങനെ പല ഓപ്ഷനുകളും ഇതിലുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ അപ്ലൈ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള ഡൗൺലോഡ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ആ ഫോട്ടോ ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, ഇതിലെ എല്ലാ ഓപ്ഷനുകളും നമുക്ക് ഫ്രീ ആയി ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. ബിയേർഡ് സ്റ്റൈലും അതുപോലെ തന്നെ പലതരം ഹെയർ സ്റ്റൈലും ഒക്കെ ഇതിലുണ്ട്. അതൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രോ വേർഷൻ വാങ്ങേണ്ടി വരും. ഓക്കെ, എന്തായാലും പ്രോ വേർഷൻ വാങ്ങാതെ തന്നെ നമുക്ക് പല ഓപ്ഷനുകളും ഇതിൽ ലഭിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. സോ ഞാൻ ഈ താഴെ കാണുന്ന ഫണ്ട് എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനുകളും നമുക്ക് ഫ്രീ ആയി തന്നെ ഉപയോഗിക്കുവാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ ക്രോപ്പായി മുഖം മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എല്ലാ സ്റ്റൈലുകളും പലതരത്തിലുള്ള ഫീച്ചറുകളും ഇതിൽ ലഭിക്കുന്നുണ്ട്, പല ഓപ്ഷനുകളും ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബുൾഗാൻ താടിയും മുടിയും ഒക്കെ കളർ ചെയ്ത് നല്ല അടിപൊളി സ്റ്റൈലൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രീ ആയി തന്നെ ഉപയോഗിക്കുവാൻ സാധിക്കും. ഇതൊക്കെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചു തന്നതുപോലെ തന്നെ മുകളിലുള്ള ഈ ഡൗൺലോഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഗൈസ്, അപ്പോൾ ഈ FaceApp നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നും അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ടെക് വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.